എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 15, 16, 17, 18, 19 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഉത്തമഭക്തനായിട്ടുള്ള അംബരീഷ മഹാരാജാവിന്റെ കഥ ആരംഭിക്കണം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ആദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15, 16. ശ്രീശുക ഉവാച. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതിം മഹിം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി മേനെ അതിദുർലഭം പുംസാം സർവം തൽസ്വപ്ന സംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തതോ വിശതി യത്പുമാൻ. മഹാഭാഗ അംബരീഷ, മഹാഭാഗ്യവാനായ അംബരീഷൻ, സപ്തദ്വീപവതിയും മഹിം 7 ദ്വീപങ്ങളോടുകൂടിയ ഭൂമിയെയും അവ്യയാം ശ്രിയം ച നാശമില്ലാത്തതായ സമ്പത്തിനെയും ഭുവി അതുലം വിഭവം ച ഭൂമിയിൽ ഉപമയില്ലാത്തതായ ഐശ്വര്യത്തെയും പുംസാം അതിദുർലഭം ജനങ്ങൾക്ക് ദുർലഭമായതിനെ ലബ്ധ്വ ലഭിച്ചിട്ട് വിഭവ നിർവാണം വിഭവനാശത്തെ വിദ്വാൻ അറിഞ്ഞവൻ തത് സർവം അതിനെയെല്ലാം സ്വപ്ന സംസ്കൃതം സ്വപ്നതുല്യമാണെന്ന് മേനെ വിചാരിച്ചു. യത് യാതൊന്നിനാൽ പുമാൻ പുരുഷൻ തമ വിശതി നരകത്തെ പ്രാപിക്കുന്നു. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, അംബരീഷ മഹാരാജാവ് അദ്ദേഹം വളരെ ഭാഗ്യവാനാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ച ആ പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടല്ലാതെ ഇങ്ങനെ വിഷയവിരക്തി വരില്ല. അതോ അദ്ദേഹം എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും തികഞ്ഞ ഒരു മഹാരാജാവായിരുന്നു. 7 ദ്വീപങ്ങളടങ്ങിയ ഭൂമിക്ക് അധിപൻ, അക്ഷയ സമ്പത്തുള്ളവൻ, ഭൂമിയിലെ മറ്റാർക്കും ഇല്ലാത്ത ആ ഭോഗങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഒക്കെ സ്വാധീനമായിട്ടുള്ള സകല ഐശ്വര്യപ്രദമാണ് അദ്ദേഹത്തിന്റെ രാജ്യം. അങ്ങനെ സകല ഐശ്വര്യങ്ങളും സമ്പത്തും വിഭവങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജാവ്. സാമാന്യ ജനങ്ങൾക്ക് ദുർലഭമായ ഐശ്വര്യം, അങ്ങനെയുള്ള ഒരു രാജർഷിയാണ്. എല്ലാം അദ്ദേഹത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്. എല്ലാ രാജാക്കന്മാർക്കും അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ഐശ്വര്യവാൻ. എന്നിട്ടും അതിനെയെല്ലാം പുല്ലുപോലെ വലിച്ചെറിയാന്ന് പറയില്ലേ, സ്വപ്നത്തിൽ കാണുന്ന പദാർത്ഥത്തെ എന്ന പോലെ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ഭ്രമവും ഇല്ല. അത് ആ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ക്ഷണികവും ഇതൊക്കെ മിഥ്യയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി അദ്ദേഹം ജീവിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ക്ഷണഭങ്കുരങ്ങളായ ഈ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവും ക്ഷണഭങ്കുരമാണ്. അതിനെ ആഗ്രഹിക്കുന്ന പുരുഷൻ നിത്യാനന്ദ സുഖത്തെ അനുഭവിക്കാൻ അർഹനല്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു ഭ്രമം തോന്നിയില്ല. വിരക്തനായിട്ട് തന്നെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ വിരക്തനായിട്ട് അദ്ദേഹം അവിടെ ജീവിച്ചു. അതുമാത്രമല്ല, വിഷയസുഖത്തെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ നരകത്തിലാണ് പതിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഐശ്വര്യത്തിനിടയിലും അദ്ദേഹം അതിനെ മനസ്സുകൊണ്ട് അതിനെ ഒന്നും സ്വീകരിക്കാതെ വിരക്തനായിട്ട് തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. വാസുദേവേ ഭഗവതി തൽ ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം വരം വിശ്വം യേനേദം ലോഷ്ടവൽ സ്മൃതം. വാസുദേവേ ഭഗവതി, ഭഗവാൻ വാസുദേവനിലും, തൽ ഭക്തേഷു അദ്ദേഹത്തിന്റെ ഭക്തരിലും, സാധുഷു ച സാധുക്കളിലും, പരംഭാവം
സർവോത്കൃഷ്ട സ്നേഹഭാവത്തെ പ്രാപിച്ചവനായിരുന്നു. ഏന യാതൊന്നിനാൽ ഇതം ഇത് ലോഷ്ടവൽ മൺകട്ട എന്ന പോലെ സ്മരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിരക്തി വന്നത്? അതാണ് അനേക ജന്മങ്ങളിൽ അനുഷ്ഠിച്ച ആ സുഹൃതത്തിന്റെ ഫലം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഇത്ര വിരക്തി ഇതുപോലെ ജീവിക്കുന്ന ഒരു മഹാരാജാവിന് വരും. വിഷയ സംയോഗം നിമിത്തമുണ്ടാകുന്ന സുഖം അത് തുച്ഛമാണ്, വെറും തുച്ഛം, നശ്വരം, അനർത്ഥപ്രദമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം സാക്ഷാൽ പരമ ഐശ്വര്യ സ്വരൂപനായ ആ ശ്രീ വാസുദേവനിലും ആ ഭഗവാനെ പരമാർത്ഥമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരിലും ലോകാനുഗ്രഹത്തിനായി ശരീരയാത്ര നിർവഹിക്കുന്ന സാധുക്കളിലും അങ്ങനെയുള്ള സജ്ജനങ്ങളിലും അദ്ദേഹത്തിന് പരമപ്രേമം ഉണ്ടായിരുന്നു. ഭക്തന്മാരിൽ ഭഗവാനിലെ ഉറച്ച വിശ്വാസം, ഭഗവാന്റെ ഭക്തന്മാരിൽ അവരോടുള്ള അതീവ ഭക്തി, പിന്നെ ആ മുനിമാരിൽ ഭഗവാനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആ സാധു ജനങ്ങളിൽ വളരെ ഭക്തി. അങ്ങനെ അദ്ദേഹം ജീവിച്ചു. സവൈ മന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സൽക്കഥോദേ. സ അദ്ദേഹം കൃഷ്ണപദാരവിന്ദയോഹോ കൃഷ്ണന്റെ പാദകമലങ്ങളിൽ ചകാര മനസ്സിനെ ഉറപ്പിച്ചു. വൈകുണ്ഠ ഗുണാനുവർണ്ണനം വൈകുണ്ഠന്റെ ഗുണങ്ങളെ അനുവർണിക്കുന്നതിൽ വചാംസി ചകാര വാക്കുകളെ ഉറപ്പിച്ചു. ഹരിയുടെ മന്ദിരമാർജനാദിഷു മന്ദിരങ്ങളെ മാർജനം ചെയ്യുക മുതലായവയിൽ കരൗചകാര കൈകളെ ഉറപ്പിച്ചു. അച്യുത സൽക്കഥോദയെ അച്യുതന്റെ സതികളായ കഥകളുടെ ശ്രവണത്തിൽ ശ്രുതിം ചകാര ശ്രവണത്തെ ഉറപ്പിച്ചു. സകല ഇന്ദ്രിയങ്ങളെയും ഭഗവാന് സമർപ്പിച്ചു എന്ന് വർണ്ണിച്ചുകൊണ്ടതാ അംബരീഷ ഭക്തി മഹിമ പ്രകാശിപ്പിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ആ പ്രസിദ്ധനായ അംബരീഷ മഹാരാജാവ് സർവ പാപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദത്തെ ഭക്തന്മാർക്ക് നൽകുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ ധ്യാനത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. ഭഗവാന്റെ ആ പാദങ്ങളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. നാനാ അവതാരങ്ങളെടുത്ത് ലോകത്തെ അനുഗ്രഹിച്ച് വൈകുണ്ഠമൂർത്തിയുടെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ നിരന്തരം കീർത്തിക്കുന്നതിൽ വാക്കുകളെ പ്രയോഗിച്ചു. വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ കീർത്തനങ്ങൾ. വിഷ്ണു മന്ദിരങ്ങളും പൂജാപാത്രാദികളും പരിശുദ്ധി വരുത്തുന്നതിൽ കൈകളെയും വ്യാപരിപ്പിച്ചു. അദ്ദേഹം ആ മഹാരാജാവായിട്ടിരുന്നു വിഷ്ണു മന്ദിരത്തിൽ അടിച്ചു വാരുന്ന പറയണത്. പൂജാപാത്രങ്ങളൊക്കെ തേച്ചു വയ്ക്കുക, അടിച്ചു വാരി വൃത്തിയാക്കുക, ഇതൊക്കെ ഒരു മഹാരാജാവ്. ഇങ്ങനെ ഒരു മഹാരാജാവ് ലോകത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്ര ഭക്തിയാണ് അദ്ദേഹത്തിന്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ കർണങ്ങളെ സമർപ്പിച്ചു. കരങ്ങൾ മാരുദേശനിൻ പദാർച്ചനാപരങ്ങളായി പരം പരിലസിക്കണം. ശ്രവണമിന്ദിരാരമണ നിൻ കഥാശ്രവണം കൊണ്ടുതാൻ സഫലമാവണം. നയനം കരങ്ങൾ മാരുദേശനിൻ പദാർച്ചനാവരങ്ങളായി പരം പരിലസിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെയാണ് അദ്ദേഹം ജീവിച്ചത്. കൈകൾ കൊണ്ട് ഭഗവാനെ സേവിച്ചു, കർണങ്ങൾ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാൻ മാത്രം, കണ്ണുകള് ഭഗവാന്റെ രൂപങ്ങൾ ദർശിക്കാൻ മാത്രം. അങ്ങനെ അദ്ദേഹം ജീവിച്ചു. മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തൽഭൃത്യഗാത്ര സ്പർശേംഗസംഗമം ഘ്രാണം ച തൽപാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാ രസനം തദർപ്പിതേ. മുകുന്ദലിംഗാലയ ദർശനേ മുകുന്ദന്റെ ലിംഗങ്ങളുടെയും ആലയങ്ങളുടെയും ദർശനത്തിൽ ദൃശവും നേത്രങ്ങളെ ചകാര ഉറപ്പിച്ചു. തൽ ഭൃത്യഗാത്രസ്പർശേ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരുടെ ശരീരസ്പർശത്തിൽ അംഗസംഗമം ശരീര സംയോഗത്തെ ചകാര നിശ്ചയിച്ചു. ശ്രീമത്തുളസ്യ ശ്രീമതിയായ തുളസിയുടെ തൽപാദ സരോജ സൗരഭേ അദ്ദേഹത്തിന്റെ പാദസരോജ സൗരഭത്തിൽ ഘ്രാണം ചകാര ഘ്രാണത്തെയും ഏർപ്പെടുത്തി. തദർപ്പിതേ അദ്ദേഹത്തിനായി സമർപ്പിച്ചതിൽ രസനാം ചകാര രസനയെ ഉറപ്പിച്ചു. മുക്തിപ്രദനായ ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ക്ഷേത്രങ്ങളെയും കാണുന്നതിൽ
കണ്ണുകളെ ഉറപ്പിച്ചു. ഭഗവത് ഭക്തന്മാരോടുള്ള ചേർച്ചയില് ശരീരത്തെ നിയമിച്ചു. ശരീരം മുഴുവനതാ ഭഗവാന്റെ ഭക്തന്മാരോട് കൂടി മാത്രം. കണ്ണുകള് ഭഗവാന്റെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ദർശിക്കാൻ മാത്രം. വേറെ ഒന്നിലും അദ്ദേഹത്തിന് ശ്രദ്ധയില്ല. ഭഗവാന്റെ പാദസമ്പർക്കം നിമിത്തം പരിഭൂതമായിരിക്കുന്ന ആ ശ്രീമത് തുളസീഗന്ധത്തിൽ നാസികയെ സമർപ്പിച്ചു. ഘ്രാണം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ആ തുളസീഗന്ധം ഇങ്ങനെ അതിൽ മാത്രം അതിങ്ങനെ ആസ്വദിക്കുക. അതങ്ങനെയാണ് അദ്ദേഹത്തിന്. ഭഗവാനായി സമർപ്പിച്ച നൈവേദ്യത്തിൽ ജിഹ്വയെയും ആനന്ദിപ്പിച്ചു. നാവിന്റെ ആനന്ദം എന്താ? ഭഗവാന്റെ ആ പ്രസാദത്തെ, ആ നൈവേദ്യം സേവിക്കാൻ മാത്രം നാവിന് രസം. അതിൽ മാത്രമേ അദ്ദേഹത്തിന് രസമുള്ളൂ. അതാണ്. അങ്ങനെ ജീവിച്ചു ആ മഹാരാജാവ്. അതാ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.